കൊലപാതകത്തിൽ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജന്റെ ജീവൻ നഷ്ടമാവുകയും ആ സമയത്ത് പോലും പൂർണ്ണമായ തെളിവുകളടക്കം നമ്മൾ കേരളക്കര ഒന്നാകെ മാധ്യമങ്ങൾ വഴി കണ്ടിട്ടും പോലീസുകാർ പറയുന്നത് അതിൽ അസ്വാഭാവികതയൊന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. പ്രതികൾ കൂടുതൽ ആളുകളില്ല, പ്രതികൾക്ക് എതിരെയുള്ള കുറ്റപത്രം ഉടനെ തന്നെ സമർപ്പിക്കും, അതിലും മെറ്റയിൽ നിന്ന് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് അന്വേഷിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളത് അപേക്ഷിച്ചിട്ടും നിങ്ങൾക്ക് മെറ്റയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പണി വെച്ചിട്ട് വല്ല ചെവരം ചിരയ്ക്കാനും പൊക്കൂടെ? എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? കാരണം ഇതുപോലൊരു കുറ്റവാളി, ലോകം കണ്ട ഏറ്റവും വളർന്നു വരുന്ന കുറ്റവാളി കൂട്ടങ്ങളാണ് ഈ 6 അവന്മാർ. ഈ 6 പേരുടെയും ജാമ്യം നിഷേധിച്ച കോടതിക്ക് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. പക്ഷേ ഇവന്മാർ ഇനിയും മേ ബി ജാമ്യത്തിൽ ഇറങ്ങാം. കാരണം അവന്മാരുടെ പിടിപാട് കൊണ്ട് കേസുകൾ ഈ രീതിയിലേക്ക് വരെ എത്തി തീർന്നിട്ടുണ്ട്. ഇനി അവന്മാരൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവന്മാർ ആസൂത്രണം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വരാം. ഷഹബാസിൻ്റെ അച്ഛൻ മാധ്യമങ്ങളിൽ അന്ന് മുതൽ ഇന്ന് വരെയും പറയുന്നൊരു കാര്യമായിരുന്നു, ഇത് മാതാപിതാക്കളുടെ പിന്തുണയോടുകൂടി ചെയ്ത കാര്യമാണ്, നെഞ്ചക്ക് പരിശീലനം പഠിച്ചത് മാതാപിതാക്കളിൽ നിന്നാണ്, മാതാപിതാക്കളാണ് അതിന് സപ്പോർട്ട് കൊടുത്തതെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നുണ്ട്. ഈ